ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ബാക്കി ഞാൻ ഏറ്റു. വാ. ഇങ്ങിതാ. എന്നിട്ട് ഷാരടി മാഷ് എന്ത് പറഞ്ഞമ്മേ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ബലിയിട്ടാ ഈ വിഷമമൊക്കെ മാറുമെന്നാ പറഞ്ഞത്. അമ്മ പോയി ബലിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സച്ചേട്ടൻ അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ, എന്നാ പിന്നെ ഇവിടെ ഭൂകമ്പം തന്നെ ഉണ്ടാവും. എന്തായാലും ഷാരടി മാഷ് പറഞ്ഞതല്ലേ, നടത്താതിരിക്കാൻ പറ്റുമോ? മാഷിനല്ലല്ലോ, അമ്മയ്ക്കല്ലേ ഇപ്പൊ പ്രശ്നം. അല്ല, കാര്യങ്ങളൊക്കെ സച്ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പോകുന്നതല്ലേ നല്ലത്. എന്റെ പൊന്നുമക്കളെ, അതൊന്നും നടക്കത്തില്ല. ഊണിലും ഉറക്കത്തിലും അച്ഛവും കുഞ്ഞും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന അവനോട് ഞാൻ അവക്ക് ബലിയിടാൻ പോവാന്ന് പറഞ്ഞാ ഈ വീടെടുത്തവൻ തിരിച്ചു വെക്കും. അപ്പൊ പിന്നെ ഇത് എപ്പോഴെങ്കിലും സച്ചേട്ടൻ അറിഞ്ഞാലോ? നിങ്ങളായിട്ടത് അവനോട് പറയാതിരുന്നാ മതി. അമ്പലത്തിൽ പോയി ചടങ്ങൊക്കെ ഞാൻ ചെയ്തോളാം. ഞങ്ങളാരും പറയാൻ പോകുന്നില്ല. പക്ഷെ ആന്റി അമ്പലത്തിൽ വെച്ച് വേറെ ആരെങ്കിലും കണ്ടിട്ട് സച്ചേട്ടൻ ഇതെങ്ങാനും അറിഞ്ഞാ അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മക്കളെ. എന്തായാലും നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോ. സച്ചേട്ടൻ അമ്മ രാവിലെ ഏതമ്പലത്തിലേക്കാ പോകുന്നേ? നിങ്ങളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാനേ അമ്പലത്തിൽ പോകുന്ന കാര്യമല്ലേ ചോദിച്ചേ, അല്ലാതെ ഇവിടെ ബോംബ് വയ്ക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. മോനെ, ഒരുപാട് നാളായി പരശുരാമന്റെ അമ്പലത്തിൽ പോയെന്ന് തൊഴണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നടന്നിട്ടില്ല. എന്നാ പിന്നെ നാളെ രാവിലെ അങ്ങ് പോവാന്ന് വിചാരിച്ച്. ഞാനും ഇവിടെ ഒരു നേർച്ച നടന്നിട്ട് കുറച്ചു നാളായി. ഇതുവരെ അതൊന്നും നടത്താൻ പറ്റിയില്ല. എന്തായാലും അമ്മ നാളെ പോകുന്നുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തു പറ്റി? എന്തായാലും ഒന്നും മിണ്ടാത്തെ? ആ, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? അല്ല, ഏട്ടന് രാവിലെ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോണ്ടേ? നാളെ അവധി ദിവസമായിട്ട് ഏത് സ്കൂള്? അല്ല, ഏട്ടനവിടെ എന്ത് നേർച്ചെന്നായിരുന്നേ? അത് അർച്ചനയ്ക്ക് വേണ്ടിയുള്ളൊരു വഴിപാടാ. അല്ല, ഞാൻ കൂടെ വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മയ്ക്ക് വേറെ വല്ല സ്ഥലത്തും പോകാനുണ്ടോ? നാളെ അവധി ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഏയ് ഇല്ല മോനെ, അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മോൻ കൂടെ വരുന്നുണ്ട്, സന്തോഷേ ഉള്ളൂ. അപ്പൊ ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, നല്ല വിശപ്പ്. എന്തിയെ